ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കരിമണി മാലയുടെ മേക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് പ്ലെയർ വേണം, കട്ടർ വേണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഞാൻ ഗോൾഡൻ ബീഡ് എടുക്കുന്നുണ്ട്, പിന്നെ കൊളുത്തെടുക്കുന്നുണ്ട്. കൊളുത്ത് അതായത് ഈ ടൈപ്പ് കൊളുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ഹുക്കും എടുക്കാം. ഞാനിപ്പോൾ പെൻഡൻ്റ് ഇടുന്ന അല്ലെങ്കിൽ ലോക്കറ്റ് ഇടുന്ന ടൈപ്പ് കൊളുത്താണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിലിടാം, ഇടാതെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബീഡ്സ് എടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ടൈപ്പ് ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനെ കരിമണി ബീഡ് എന്നാണ് ഇതിനെ പൊതുവെ പറയുന്നത്. പിന്നെ ഗിയർ വയർ എടുക്കുന്നുണ്ട്. പിന്നെ മീഡിയം സൈസ് ബീഡ് ക്യാപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ബീഡ് ക്യാപ്പ്. ഇത് ബീഡ് ക്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു കവറിൽ ഇങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ബ്ലാക്ക് ബീഡ് ഗോൾഡൻ ബീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പിൽ അങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗിയർ വയർ നമുക്ക് ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് സൈഡ് റിങ് ഇട്ട് ലോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡ് റിങ് എടുക്കുന്നുണ്ട്. സൈഡ് റിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈഡ് റിങ് എന്ന് പറയുന്നത്. ജംപ് റിങ്ങും സൈഡ് റിങ്ങും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ജംപ് റിങ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, സൈഡ് റിങ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പാണ്. അതായത് ഓപ്പൺ ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്ക് ഇടാനോ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ജംപ് റിങ് തന്നെ യൂസ് ചെയ്യണം. അവിടെ ഈ സൈഡ് റിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഈ സൈഡ് റിങ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം സൈഡ് റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൈഡ് റിങ്ങിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഗിയർ ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗിയർ വയർ അതിൽ കൂടെ കയറ്റി ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്ക് മാക്സിമം നല്ലപോലെ വലിച്ച് ടൈറ്റാക്കണം. ടൈറ്റാക്കിയിട്ട് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതവിടെ ലോക്കാവും. പിന്നെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളവുകയോ ഊരിപ്പോവുകയോ ഒന്നും ചെയ്യില്ല, അങ്ങനെ ലോക്കായിട്ടിരിക്കും. പിന്നെ ഇതിൽ ബാലൻസ് വയ്ക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയരുത്. ഗിയർ വയർ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ അതുപോലെ ഇട്ടിട്ട് നമ്മളെ ഡിസൈൻ അനുസരിച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഒരു 2 ബീഡ് ഇട്ട ശേഷം പിന്നെ ബാലൻസ് ഗിയർ വയർ അതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ്ങും കിട്ടില്ല. അത് മാത്രമല്ല അതിങ്ങനെ പൊന്തി നിന്നിട്ട് നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ട് നമുക്ക് മുറിയാനും ചാൻസ് ഉണ്ട്. അതായത് ഗിയർ വയർ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്. കമ്പിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് ദേഹത്ത് കൊണ്ടാൽ നമുക്ക് നല്ല നോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു, പിന്നെ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കരിമണി ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ ബാലൻസ് നിൽക്കുന്ന ഇതിനെ കൂടി ചേർത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചേർത്ത് കയറ്റിയിടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഫിനിഷിങ് കിട്ടും. ഇനി 2 ബീഡ് ഇട്ടതിന് ശേഷം പിന്നെ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും. നമ്മളെ ദേഹത്തൊന്നും കൊള്ളുമ്പോഴത്തേക്കും കൊള്ളില്ല, നോവില്ല. ഞാനപ്പോൾ ഇനി ഈ പാറ്റേണിലാണ് ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പേൾ ബീഡ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 3 പേൾ ബീഡ് കൂടി ഇടയ്ക്കിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക, ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക, ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുക, വീണ്ടും ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ പാറ്റേണിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതെങ്ങനെ ആവുമെന്ന് കാണിച്ചു തരാം. നല്ല ശ്രദ്ധയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പാറ്റേൺ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും.
പിന്നെ വീണ്ടും ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് പിന്നെ വീണ്ടും എല്ലാം അഴിച്ച് പറക്കി പിന്നെയും പഴയ പോലെ ആക്കി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇത് ആ പാറ്റേൺ കറക്റ്റ് ആവുന്ന രീതിക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിൽ ചെയ്തിട്ടുണ്ട്. ഈ നടുക്ക് ഭാഗത്ത് പേൾ ബീഡും ഇട്ട് ബാക്കി ഭാഗത്തൊക്കെ കരിമണി ബീഡ്സും ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെയ്ത പോലെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് എടുക്കുക, ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഗിയർ ലോക്ക് ഇട്ടിട്ട് വീണ്ടും സൈഡ് റിങ് എടുക്കുക. സൈഡ് റിങ് ഇട്ട ശേഷം സൈഡ് റിങ്ങിനെ ഒഴിവാക്കിയിട്ട് ഗിയർ ലോക്കിലൂടെ കയറ്റി ടൈറ്റ് ചെയ്തിടുക. നല്ലോണം പിടിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗിയർ വയർ ഒരു ഇടയ്ക്ക് ഈ 2 ബീഡ്സിൻ്റെ ഇടയിലൂടെ കയറ്റി വേണം ടൈറ്റ് ചെയ്തിടാനുള്ളത്. ആദ്യം നമ്മൾ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫിനിഷിങ്ങും കിട്ടും. നമ്മുടെ ദേഹത്തൊന്നും കൊള്ളയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് ഇപ്പോൾ ടൈറ്റ് ചെയ്യുകയാണ്. ആവശ്യത്തിന് വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഗിയർ ലോക്ക് ഒന്ന് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിനെ അവിടെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം എടുത്ത് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ ഇനി കൊളുത്തിട്ട് കൊടുക്കുന്ന ജോലി കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ കൊളുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹെവി വർക്ക്, ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല കരിമണിയിൽ. അപ്പോൾ അങ്ങനത്തെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് എനിക്ക് ചിലവായിട്ടുള്ളത് ഒരു 170 രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 200 മുതൽ എത്ര ഇട്ട് വാങ്ങിയാലും നമുക്ക് സെയിൽ ചെയ്താലും നമുക്കത് നഷ്ടമില്ല. 200 ഓരോരുത്തരുടെ റേറ്റിനനുസരിച്ച്. ഞാനിതിപ്പോൾ 220 ആ ഒരു റേറ്റിനാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലാഭം എടുത്ത് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.